ഹലോ നമസ്കാരം. പ്രഹസനത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ ശ്രീജിത്ത് ആണ്. അമീറാണ്. തുടങ്ങാം. ഓക്കെ, നമുക്കിപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ന്യൂസ് എന്ന് പറയുന്നത് ഹെലനോസ് പാർട്ടയ്ക്ക് പറ്റിയ ഒരു അമളിയെ പറ്റിയാണ്. അമളി എന്ന് പറയാൻ പറ്റത്തില്ല, ഒരു എന്താ പറയാ, ഒരു പണത്തട്ടിപ്പിന് ഇരയാക്കപ്പെട്ടെന്നോ അല്ലെങ്കിൽ അതിന്റെ ഭാഗമായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. സംഭവം എന്ന് വെച്ചാൽ ഇതാണ്. കഴിഞ്ഞ കുറച്ച് ദിവസത്തിന് മുന്നേ ആയിട്ട് പുള്ളിക്കാരി ഇൻസ്റ്റഗ്രാമിൽ ഒരു സ്റ്റോറി ഇട്ടായിരുന്നു. സ്റ്റോറി എന്ന് വെച്ചാൽ ഒരു ഒരു സ്- ഒരു എന്താ പറയാ, ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു ഇല്ലീഗൽ സ്കാം പ്രൊമോഷൻ ആയിരുന്നു അത്. പുള്ളിക്കാരിക്ക് ആ ടൈമിൽ അറിയത്തില്ലായിരുന്നു അത് ഇല്ലീഗൽ സ്കാം പ്രൊമോഷൻ ആയിരുന്നു എന്ന്. അപ്പൊ എന്തായാലും പുള്ളിക്കാരി അന്ന് പ്രൊമോഷൻ നടത്തിയെന്ന് വെച്ചാൽ ഒരു ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു എന്താണ്, പണം ഇരട്ടിച്ചു തരും എന്നുള്ള രീതിക്ക് ഒരു പ്രൊമോഷൻ ആയിരുന്നു നടന്നത്. എന്തായാലും ആ ഒരു വീഡിയോ നമുക്ക് കാണാം. Hello, beautiful people. I got so many DMs telling me that we invested in some crypto and we never get that profit. So I'm mentioning a page here named Saket Jaswal. You guys can DM him. He'll guide you how to invest and double your money money. So what you guys are waiting for? Go and ഓക്കെ, ഈ വീഡിയോയിൽ പറയുന്നതെന്ന് വെച്ചാൽ പൈസ ഇറക്കി കൊടുത്താൽ മതി, എന്താണ്, എന്താ പറയാ, പൈസ ഇരട്ടിപ്പിച്ച് തരും എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അതുപോലെ തന്നെ ഒരു അക്കൗണ്ടും പറയുന്നുണ്ട്. സാക്കിർ ജസ്വാൾ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ അവര് എന്താണ്, ക്രിപ്റ്റോ കറൻസിയും ആ ഒരു ട്രേഡ് ചെയ്ത് നിങ്ങൾക്ക് പൈസ ഇരട്ടിച്ച് തരും. അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്, പൈസ ഇരട്ടിച്ച് തരും എന്നുള്ള രീതിക്ക് പറയുന്നുണ്ട്. സോ എന്തായാലും ആ ഒരു സ്റ്റോറി കണ്ട് നമുക്കൊരു കാര്യം ആലോചിക്കണം. ഹെലോസ് പാർട്ടയ്ക്ക് ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാമിൽ ഏകദേശം 1 മില്യന് പുറത്ത് ഫോളോവേഴ്സ് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ ആണ്. അപ്പൊ പുള്ളിക്കാരി ഒരു സ്റ്റോറി ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും ഒരു 2 ലക്ഷം, 3 ലക്ഷം, 4 ലക്ഷം, 5 ലക്ഷം ആ ഒരു അത്രയും അടുപ്പിച്ച് തന്നെ വാച്ച് ചെയ്യാൻ ആൾക്കാരുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു 100 താഴെ ആൾക്കാരെങ്കിലും ഈ പറയുന്ന ഈ ഒരു സാക്കിർ ജസ്വാൾ എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിലേക്ക് പൈസ ഇറക്കി കാണും, പൈസ ഇട്ട് കാണും. അതിന്റെ ഭാഗമായിട്ട് ഒരുപാട് പേർക്ക് പൈസ നഷ്ടം സംഭവിച്ചു. പൈസ ഒരുപാട് പേർക്ക് നഷ്ടമായി. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ട് ഇപ്പോ പുള്ളിക്കാരി പ്രൊമോഷൻ നടത്തിയല്ലോ. ആ പ്രൊമോഷൻ നടത്തിയതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരിയും ഇതിന്റെ ഒരു ലാഭവിഹിതം എന്തായാലും കിട്ടിക്കാണും. അപ്പം പുള്ളിക്കാരിക്ക് ഇതിൽ നേരിട്ടോ അല്ലാതെയോ പങ്കുണ്ടെന്നാണ് സോഷ്യൽ മീഡിയ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യം പുള്ളിക്കാരിക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സൈബർ ബുള്ളിയിങ്ങും അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരി ഒരു ക്ഷമാപണ വീഡിയോയുമായിട്ട് എത്തിയിട്ടുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ കൂടെ നമുക്ക് കണ്ടിട്ട് ബാക്കി സംസാരിക്കാം. ഗൈസ്, ഹോപ്പ് യു ഗൈസ് ആർ ഡൂയിങ് വെൽ. ആക്ച്വലി എനിക്ക് എൻ്റെ സൈഡിൽ നിന്ന് വലിയൊരു അബദ്ധം പറ്റിയിരിക്കുകയാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ എന്താ പറയുക, ട്രേഡിംഗ് എന്ന് പറയുന്ന സാധനം ഐ തോട്ട് ഇത്രയും ബുദ്ധിമുട്ടുള്ളൊരു സാധനമാണെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവരെനിക്ക് എന്താ പറയുക, അവരുടെ സർട്ടിഫിക്കറ്റ്സും പിന്നെ ഗവൺമെൻറ് അംഗീകൃതമാണെന്നുള്ള എൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടാണ് ഞാൻ നോർമലി ചെയ്യാറുള്ളത്. അതിപ്പോഴാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ഒരു എന്താ പറയുക, വലിയൊരു അബദ്ധമാണ് എന്നുള്ളത്. ഐ എം റിയലി വെരി വെരി സോറി. അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് ആരും അങ്ങനെയുള്ള സാധനത്തിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട. ഐ എം സോറി. ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഐ എം സോ സോറി. അത് അവർ അത്രയും സാധനങ്ങൾ അയച്ചു തന്നതുകൊണ്ട് മാത്രമാണ് ഞാൻ ആ സാധനം ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് ആക്ച്വലി ഇറ്റ് ഈസ് എ വെരി ബിഗ് മിസ്റ്റേക്ക് ഫ്രം മൈ സൈഡ്. എൻ്റെ അബദ്ധമാണ്. അപ്പം ദയവ് ചെയ്തിട്ട് എൻ്റെ പേര് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ ഞാൻ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് ആരെങ്കിലും നിങ്ങളെ കോൺടാക്ട് ചെയ്യും, മെസ്സേജ് അയക്കുകയോ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്ന് ദയവേത് നിങ്ങൾ ഇടരുത്, പ്ലീസ്. ഓക്കെ, ഈ വീഡിയോ കൂടെ കണ്ടപ്പോ എന്ത് തോന്നിയടാ അമീറെ? കാര്യം എന്ന് വെച്ചാല് ആദ്യം ഇങ്ങനെ ഒരു സ്റ്റോറി ഇടുന്നു, അതിനെന്തായാലും പൈസ മേടിച്ചിട്ടായിരിക്കുമല്ലോ ഇങ്ങനെ ഒരു സ്റ്റോറി ഇടുന്നത്. അതിനുശേഷം ഒരുപാട് പേർക്ക് പൈസ നഷ്ടപ്പെടുന്നു, ഇതൊരു തട്ടിപ്പാണെന്ന്, ഇല്ലീഗൽ സ്കാം പ്രൊമോഷൻ ആണെന്ന് ഇവർക്ക് മനസ്സിലാവുകയും ഈ പറയുന്ന പോലെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവർ മാപ്പ് പറയുകയും ചെയ്തു. സത്യത്തിൽ മാപ്പ് പറഞ്ഞതുകൊണ്ട് ഈ ഒരു പ്രശ്നം ഇവിടെ അവസാനിപ്പിക്കാൻ പറ്റുമോ നമുക്ക്? അവസാനിപ്പിക്കാൻ പറ്റും, പക്ഷെ ഇവര് കാരണം പോയവരുടെ പൈസയും കൂടെ ഇവള് കൊടുക്കണം. അപ്പോഴത്തേക്ക് മാപ്പ് സമ്മതിക്കാൻ പറ്റും. എടാ, ഒരു കാര്യം കൂടെ, ഹെലനോസ് പാർട്ടയുടെ പേരെന്ന് പറയുന്നത് ധന്യ എന്നാണ്. അതൊന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ധന്യ രാജേഷ്. അതെ, ധന്യ രാജേഷ്. അപ്പൊ ഈ ധന്യ രാജേഷ് ഇൻഫ്ലുവൻസർ ആണല്ലോ. 1 മില്യൺ ആണ് ഇൻസ്റ്റാഗ്രാമില്. പക്ഷെ ഫേസ്ബുക്ക് സോറി യൂട്യൂബിൽ അത്ര ഇല്ല, 2 ലക്ഷം തോന്നുന്നു. എനിക്ക് കറക്റ്റ് എക്സാക്ട്ലി ഓർമ്മയില്ല. അപ്പോഴ് ഏറ്റവും കൂടുതലും റീച്ച് വരുന്ന ഇൻസ്റ്റയിൽ തന്നെയാണ് ഇട്ടത്. ഇപ്പൊ നമ്മള് റോബിന്റെ ഒക്കെ റീസെന്റ് ഉള്ള ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്, നമ്മുടെ ജിൻഡോയുടെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. ഒരു സ്റ്റോറി ഇടാൻ വേണ്ടി 1 ലക്ഷം മുതൽ 2 ലക്ഷം 3 ലക്ഷം വരെ വാങ്ങാറുണ്ട്. അപ്പൊ ഈ ഒരു സ്റ്റോറിക്ക് വേണ്ടി ഒരു പക്ഷെ 1 ലക്ഷം രൂപ 2 ലക്ഷം രൂപ വാങ്ങിയിട്ടുണ്ടാവാം മേ ബി. ആവറേജ് എന്തായാലും 1 ലാഖ് കുറയാതെ വാങ്ങിയിട്ടുണ്ടാവും. കാര്യം 1 മില്യൺ ഫോളോവേഴ്സ് ഉണ്ടല്ലോ. മിനിമം ഒരു 1 ലക്ഷം പേരെങ്കിലും എന്തായാലും സ്റ്റോറി ഓപ്പൺ ചെയ്ത് കാണുമല്ലോ, 10 ലക്ഷം പേര് കണ്ടില്ലെങ്കിലും. അപ്പൊ ഈ 1 ലക്ഷം പേരിൽ ഒരു 1000 പേരെടുത്താൽ തന്നെ എത്ര എമൗണ്ട് ആയി?
1000 പേരിൽ നിന്ന് കിട്ടുന്ന എമൗണ്ട് ഇപ്പൊ 2 ലക്ഷമോ 3 ലക്ഷമോ ആണെങ്കിൽ പോലും ആ ഒരു ഇവരെ കൊണ്ട് ചെയ്യിക്കുന്നതാണ് ലാഭം തന്നെയാണ്. ഇപ്പൊ ഈ ഹെലനോസ് പാർട്ടിക്ക് കൊടുത്ത പൈസ മാത്രമേ അവർക്ക് ചെലവുള്ളൂ. അതെ തട്ടിപ്പിന് പ്രത്യേകിച്ച് ചെലവൊന്നുമില്ലല്ലോ. അതെ അതെ അതുകൊണ്ട് തന്നെ ഈ തട്ടിപ്പിന് ഇരയായവർക്കുണ്ടായ പൈസയുടെ പ്രധാന ഉത്തരവാദി ഇവള് തന്നെയാണ്. അതെ അതായത് അതെ ഹെലനോസ് പാട്ട് തന്നെയാണ്, അല്ലെങ്കിൽ ധന്യ രാജേഷ് തന്നെയാണ്. കാരണം ഈ ഒരു കാര്യത്തിലേക്ക് മിസ്ലീഡ് ചെയ്ത് കൊണ്ടുപോയത് ധന്യ തന്നെയാണ്. അതെ ഈ ഹെലനോസ് പാട്ട് ഇങ്ങനെ ഒരു സ്റ്റോറി ഇട്ടിട്ടില്ലായിരുന്നെങ്കിൽ അവരുടെ പൈസ പോകത്തില്ലായിരുന്നു. പോയേനെ ഒരുപക്ഷെ മറ്റൊരു മാർഗത്തിൽ, എന്തായാലും ഈ ഒരു രീതിയിൽ പൈസ പോകത്തില്ലായിരുന്നു. ഇത് അപ്പൊ മാത്രം അവര് ഇത് ഇപ്പൊ മാത്രമല്ല, ഇതിന് മുന്നേയും സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ഇൻസ്റ്റാഗ്രാമിൽ ഒരുപാട് ഫോളോവേഴ്സ് ഉള്ള, എനിക്ക് തോന്നുന്നു അമല ഷാജിക്കും പറ്റിയിട്ടുണ്ടല്ലോ. അതെ അമല ഷാജിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ സഞ്ജു ടെക്കീൻ അറിയാലോ, പുള്ളിക്കാരൻ റമ്മിയുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് പ്രൊമോഷൻസ് ഈ അടുത്ത കാലങ്ങളിൽ പോലും ഇപ്പോഴും ചെയ്യുന്നുണ്ട്. പുള്ളിക്കാരൻ ഈ പറയുന്ന സാമ്പത്തിക ലാഭം മുന്നിൽ കണ്ടു തന്നെയാണ്, അത് പുള്ളി തന്നെ പറയുന്നുണ്ട്. പക്ഷേ പുള്ളിയുടെ ചാനൽ പോലും അത് പോകാൻ സാധ്യത ഉള്ള ഒരു കാര്യമാണ്. കാര്യം 1 മില്യന് പുറത്തുള്ള ഒരു ചാനലാണ്. അത് മാത്രമല്ല, അത്തരത്തില് 3 ലക്ഷം ഫോളോവേഴ്സ് ഉള്ള ഒരു ചാനൽ ഈ അടുത്തിടയ്ക്ക് കുറച്ച് ദിവസങ്ങളെ ആയിട്ടുള്ളൂ ടെർമിനേറ്റ് ആയി പോയിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഡ്രീം റൈഡർ 280 എന്ന് പറയുന്ന ഒരു ഫാമിലി വ്ളോഗ് നടത്തുന്ന ഒരു പുള്ളിക്കാരന്റെ ഒരു 2 പേരടങ്ങുന്ന ഒരു കപ്പിൾസിന്റെ ചാനലായിരുന്നു. അത് പൂട്ടിപ്പോയി. സംഭവം എന്ന് വെച്ചാൽ റമ്മി അതുപോലുള്ള സംഭവങ്ങൾ ഇപ്പോ പ്രൊമോഷൻ പാടില്ല. അത് ഈ പറയുന്ന യൂട്യൂബിന്റെ ഗൈഡ് ലൈൻ പോളിസി അനുസരിച്ച് ഇപ്പോ ഇത്തരത്തിലുള്ള പ്രൊമോഷൻസ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ ഇവരിത് അറിയാതെ ഇത്തരത്തിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്തു. അപ്പം ഇവരിത് പ്രൊമോഷൻ പൈസ കൊടുത്ത് ഈ വീഡിയോസ് എല്ലാം കൊടുത്ത് ആ വീഡിയോ അതുപോലെ എടുത്ത് അതിലൊരു കാര്യം ആഡ് ചെയ്യാനുള്ളതെന്ന് വെച്ചാലേ, ഇപ്പൊ റമ്മി കളിച്ച് പൈസ പോയെന്നുള്ളത് ഓക്കെ, പക്ഷെ അപ്പോഴും റമ്മി കളിച്ചിട്ടാണ് പോയെന്നെങ്കിലും പറയാം. ഇതങ്ങനെയല്ല, ഇതൊരു സാമ്പത്തിക തട്ടിപ്പാണ്. ഈ ചിട്ടി കമ്പനിയൊക്കെ പൊളിയുന്ന പോലെ ഒരു സ്ഥലത്ത് വിശ്വസിച്ച് പൈസ ഇടാൻ ഒരാൾ പറയുന്നതിന്റെ പേരിൽ, ഇപ്പൊ മോഹൻലാലിന്റെ ഒരു പരസ്യം വന്നു, ഒരു ലോയിഡിന്റെ AC വാങ്ങാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആദ്യം 10,000 രൂപ അടയ്ക്കൂ, ബാക്കി നിങ്ങൾ തവണകളടക്കി AC പൈസ അടച്ചു വരുമ്പോ AC തരാന്ന് പറഞ്ഞിട്ട് ഈ പൈസയും കൊണ്ട് ആള് മുങ്ങി എന്ത് ചെയ്യും? നമ്മൾ മോഹൻലാലിന്റെ അടുത്തല്ലേ ചോദിക്കുള്ളൂ. അതുപോലെ മലബാർ ഗോൾഡിലെ ഇൻസ്റ്റാൾമെന്റ് വന്ന് മോഹൻലാലാണ് ബ്രാൻഡ് അംബാസഡർ, ടിവിയിൽ പരസ്യം കണ്ടിട്ട് നമ്മൾ ചെയ്തു. ലാസ്റ്റ് മോഹൻലാൽ പറഞ്ഞു ഞാൻ ശമ്പളത്തിനാ വന്നത്, എനിക്കറിയത്തില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇപ്പൊ നമ്മളെ മുമ്പ് കാണിക്കാൻ വേണ്ടി ഈ പറഞ്ഞ തട്ടിപ്പുകാരനൊരു മുഖം വേണമായിരുന്നു. ആ മുഖമായിട്ട് ആക്ട് ചെയ്ത് അവിടെ ഹെലനോസ് പാട്ട് അഥവാ AKA ധന്യ രാജേഷ് തന്നെയാണ്. അപ്പൊ ഈ ധന്യ ഒരു മുഖമായിട്ട് നിന്നുകൊണ്ട് ഈ തട്ടിപ്പിന് മുന്നിൽ നിന്ന് നയിച്ചു. ഇപ്പൊ നമ്മുടെ നാട്ടില് ചിട്ടിപ്പിരിവിന് വേണ്ടി വന്നിട്ട് ചിട്ടിപ്പിരിവിന് വരുന്ന ചേച്ചി ഉണ്ടാവുമല്ലോ, നമ്മളിൽ നിന്ന് പൈസ എല്ലാം വാങ്ങിക്കൊണ്ട് പോയിട്ട് അയ്യോ എനിക്കറിയത്തില്ല, ഈ പൈസയും കൊണ്ട് ആരോ മുങ്ങി എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ മുമ്പിൽ വന്നത്, നമ്മളെ കൊണ്ട് ചിട്ടി എടുപ്പിച്ചത് എല്ലാം അവർ തന്നെയാണ്. അപ്പൊ അവർക്ക് പ്രൈമറി ഉത്തരവാദിത്വം ഉണ്ടാവും. അവർക്ക് ആരാണ് നടത്തുന്നതെന്നൊക്കെ അവർ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പൊ ഹെലനോസ് പാട്ട് ഇത് എന്താണ് തേങ്ങ നോക്കണമല്ലോ. അമല ഷാജി വന്ന് ഈ തട്ടിപ്പ് നടത്തിയത് ഇതെല്ലാം അറിയാവുന്ന ആള് തന്നെയല്ലേ ഈ ഹെലനോസ് പാട്ട്? അറിയാത്ത ആളൊന്നും അല്ലല്ലോ. 1 ലക്ഷം പേരെ വഴിതെറ്റിക്കാൻ വേണ്ടിയാണ് ഇൻഫ്ലുവൻസർ എന്ന ടാഗ് ലൈനെ കൊടുത്തിരിക്കുന്നത്. ചെയ്യുമ്പോഴത്തേക്ക് അതിന്റെ എല്ലാ വർഷത്തിലുള്ള ഇമ്പാക്റ്റുകളും പരിശോധിക്കേണ്ടതല്ലേ? അതെ, ഇതിൽ തന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നൊരു ടാഗ് പുള്ളിക്കാരിക്ക് ഉണ്ട്. എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഫോളോവർ കൗണ്ട് ഉള്ള ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ്. അത് മാത്രമല്ല പ്രത്യേകിച്ച് ടാഗ് ഇല്ലെങ്കിൽ പോലും നമുക്കറിയാലോ 1 മില്യൺ ഫോളോവേഴ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് എത്രത്തോളം ഒരു ഇൻഫ്ലുവൻസിങ് പേഴ്സൺ ആണെന്നുള്ള കാര്യം. അത് മാത്രമല്ല, പുള്ളിക്കാരി സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ഇൻഫ്ലുവൻസർ തന്നെയാണ്. ഒരുപാട് കാര്യങ്ങളിൽ റിയാക്ട് ചെയ്യുന്ന, സ്വന്തം അഭിപ്രായപ്പെടുന്ന, എന്ന് വെച്ചാൽ അതിപ്പോ പലതരത്തിലുള്ള കേസുകൾ, ഇപ്പം ബിഗ് ബോസ് ആയാലും, ജാസ്മിന്റെ പ്രശ്നങ്ങളായാലും, പൊതുനിരത്തിൽ നടക്കുന്ന സംഭവങ്ങളായാലും, ഗവൺമെന്റ് സംവിധാനങ്ങളിൽ നടക്കുന്ന പ്രശ്നങ്ങളായാലും, പോലീസിന്റെ ഇടയിൽ തന്നെ നടക്കുന്ന കുറെ പ്രശ്നങ്ങളൊക്കെ പുള്ളിക്കാരി എടുത്ത് റിയാക്ട് ചെയ്യുന്ന അത്തരത്തിലൊരു ഇൻഫ്ലുവൻസർ തന്നെയാണ് പുള്ളിക്കാരി. പക്ഷേ ഇത്തരത്തിലൊരു സംവിധാനം ജനങ്ങളിലേക്ക് എത്തിച്ചപ്പോ അത് ജനങ്ങൾക്ക് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റിയില്ല. അത്തരത്തില് ജനങ്ങൾക്ക് നല്ല രീതിയിൽ പുള്ളിക്കാരിയെ ചെക്ക് ചെയ്യണമായിരുന്നു കൃത്യമായിട്ട്. പുള്ളിക്കാരി തന്നെ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പൊ ഇതൊരു അബദ്ധമല്ലല്ലോ, ഇത് തട്ടിപ്പല്ലേ, തട്ടിപ്പിന് കൂട്ടുവയ്ക്കലല്ലേ, കള്ളന് കഞ്ഞി വെച്ചതല്ലേ ഇത്. ഈ പറയുന്ന ഈ സാക്കിർ ജസ്വാൾ എന്ന് പറയുന്ന ആ ഒരു അക്കൗണ്ടിൽ നിന്ന് ഇവർക്ക് ഈ പറയുന്ന പ്രൊമോഷൻ വീഡിയോ വന്ന സമയത്ത് ഇവര് ചെക്ക് ചെയ്തായിരുന്നു എന്ന്. ചെക്ക് ചെയ്ത സമയത്ത് ഇവര് കുറെ സർട്ടിഫിക്കറ്റുകളൊക്കെ അയച്ചു കൊടുത്തു എന്നാണ് പറയുന്നത്. ഇതൊക്കെ ലോക ഉടായ്പല്ലേ. നമ്മുടെ ടെലഗ്രാമിൽ കയറി ഇഷ്ടം പോലെ ക്രിപ്റ്റോ കറൻസി ആൾക്കാരുണ്ട്. അവർക്ക് മറ്റുള്ളവർ പൈസ ഉണ്ടാക്കിയതെന്നും പറഞ്ഞിട്ടും അവർക്ക് പൈസ അയച്ചു കൊടുത്തതെന്നും പറഞ്ഞിട്ടൊക്കെ കുറെ സ്ക്രീൻഷോട്ട് കാണിക്കും. ഇതൊന്നും ഉണ്ടാക്കാൻ വലിയ പാടൊന്നുമില്ല. ഗൂഗിളിൽ കയറിയിട്ട് നിനക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് വേണോ, നിനക്ക് യൂറോപ്പിലേക്കുള്ള ഫ്ലൈറ്റ് ടിക്കറ്റ് പഠിച്ചാൽ അത് കിട്ടും.
പറ്റും. നിനക്ക് വാട്സപ്പ് ചാറ്റ് ഉണ്ടാക്കണമെങ്കിൽ വാട്സപ്പ് ചാറ്റ് ഉണ്ടാക്കാൻ പറ്റും. എന്ത് സാധനം ഉണ്ടാക്കാൻ ഇപ്പൊ പറ്റും. ഇപ്പൊ ഒരാൾക്ക് പൈസ അയച്ചു കൊടുത്തതിന്റെ ഗൂഗിൾ പേന്റെ റെസിപ്റ്റ് ഉണ്ടാക്കണോ, ഗൂഗിൾ പേയിൽ സൗണ്ട് കേൾപ്പിക്കുന്ന വോയിസ് വേണോ, എല്ലാ സാധനവും യൂട്യൂബിൽ കിട്ടും, അല്ലെങ്കിൽ അതെ ഗൂഗിളിൽ തന്നെ കിട്ടും. ഇതൊന്നും വലിയ പാടുള്ള കാര്യമൊന്നുമല്ല. ഈ സർട്ടിഫിക്കറ്റ് എന്ന് പറയുന്ന സാധനം അടിച്ചെടുക്കാൻ എന്താ പാട്? ഒരു അതെ ബ്ലെൻഡർ, ഒരു വേർഡിന്റെ ഇതുണ്ടെങ്കിൽ MS ഓഫീസ് ഉണ്ടെങ്കിൽ ആർക്കും ചെയ്യാവുന്നേ ഉള്ളൂ. ഇപ്പൊ നമുക്ക് ആർക്കും ആണെങ്കിലും എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റ് എന്തുകൊണ്ട് അടിക്കും? ഒരു ടെംപ്ലേറ്റ് അടിച്ചാൽ കിട്ടാനാണോ പാട്? അതെ അതെ അപ്പൊ ഒരു സർട്ടിഫിക്കറ്റ് കാണിച്ചു അതുകൊണ്ട് ഞാൻ വിശ്വസിച്ചു എന്ന് പറയാനായിട്ട് ഒരു കാര്യമില്ല. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ആ സ്റ്റോറിക്ക് വേണ്ടി എത്ര ലക്ഷമാണോ എൽനോസ് പാട്ട വാങ്ങിയത്, അറ്റ്ലീസ്റ്റ് ആ എമൗണ്ടെങ്കിൽ ഈ അവള് കാരണം തട്ടിപ്പിനിരയാർക്ക് വീതിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ. പിന്നെ അത് മാത്രമല്ലടാ, മറ്റൊരു കാര്യമുണ്ട്. ഈ പറയുന്ന ഇൻഫ്ലുവൻസർ എന്നൊരു ടാഗ് വെച്ചിട്ട് ഇവര് കാണിക്കുന്ന ഇവര് മാത്രം ഈ സ്പാർട്ടയെ മാത്രം നമുക്ക് കുറ്റം പറയാനോ അല്ലെങ്കിൽ ഇകഴ്ത്താനോ പുകഴ്ത്താനോ ഒന്നും നിൽക്കുന്നില്ല. പക്ഷെ ഇൻഫ്ലുവൻസർ എന്ന് പറയുന്നൊരു ടാഗ് എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഇത്തരത്തിലുള്ള ഈ പറയുന്ന ബിറ്റ് കോയിനും അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയും അതുപോലെ തന്നെ ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടിയാണ് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്നത് ശരിക്കും. അതെ അതെ തീർച്ചയായും. പിന്നെ അത് മാത്രമല്ല, സത്യത്തിൽ ഇത് ആരാണ് സൂക്ഷിക്കേണ്ടത് എന്നൊരു ചോദ്യം കൂടെ വരുമല്ലോ. ജനങ്ങളാണ് സൂക്ഷിക്കേണ്ടത് എന്നൊരു അഭിപ്രായത്തോട് നീ എത്രത്തോളം യോജിക്കുന്നുണ്ട്? കാര്യം ഇത്തരത്തിലുള്ള ഇൻഫ്ലുവൻസേഴ്സ് ഇപ്പൊ പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നിൽക്കുന്നതെന്ന് നീ തന്നെ പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ഏറ്റവും അവസാനം ജനങ്ങളല്ലേ ഇതിന്റെ കുറച്ച് ജാഗ്രതാ പൂർവം ഇത്തരത്തിലുള്ള വീഡിയോസ് വരുമ്പോ, ഇത്തരത്തിലുള്ള സ്റ്റോറീസ് കാണുമ്പോൾ അവരല്ലേ സത്യത്തിൽ സൂക്ഷിക്കേണ്ടത്? അതിനെപ്പറ്റി എന്താണ് നിന്റെ ഒരു അഭിപ്രായം? അതും പറഞ്ഞ് നമുക്ക് ഈ ഒരു വീഡിയോ അങ്ങനെ ഒരു പറയാൻ പറ്റത്തില്ലല്ലോ. ഇപ്പൊ ഉദാഹരണത്തിന് നമുക്ക് പരിചയമുള്ള ഒരു മുഖത്തിലുള്ള ഒരാൾ നമ്മളോടൊരു കാര്യം പറയണം. ഇപ്പൊ ഞാനും നീയും നിൽക്കുന്ന സമയത്ത് ഞാൻ നിന്നോടൊരു കാര്യം പറയുന്നു, ഒരു ഇന്ന ഒരു സ്കീമുണ്ട്, ഒരു ഇതിൽ ചേർന്ന നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് ഞാൻ നിന്നോട് പറഞ്ഞ് എന്റെ വാക്കിനെ വിശ്വസിച്ചിട്ട് നീ എന്ത് ചെയ്യുന്നു? പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നു. ലാസ്റ്റ് നിന്റെ പൈസ പോയി കഴിയുമ്പോഴത്തേക്ക് നീ പറഞ്ഞിട്ടല്ലേ എന്ന് ചോദിച്ചാൽ എനിക്ക് ഉത്തരവാദിത്വം ഉണ്ടല്ലോ. ഞാൻ പറഞ്ഞിട്ടാണല്ലോ നീ ചെയ്തത്. തട്ടിക്കൊണ്ട് പോയ ആള് വേറെ ആയിരിക്കാം, പക്ഷെ ഞാൻ കാരണമാണ് നീ അത് ഇൻവെസ്റ്റ് ചെയ്തത്. അതുപോലെ ഈ ഒരു തട്ടിപ്പിന്റെ മുഖമായിട്ട് നിന്ന് എൽനോസ് പാട്ടാണല്ലോ. അതുകൊണ്ട് അവർക്ക് ഉത്തരവാദിത്വം ഇല്ലെന്ന് എങ്ങനെ പറയാൻ പറ്റും? പിന്നെ നീയും കൂടെ സൂക്ഷിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്നത് ലീഗലി അല്ലെങ്കിൽ ഓൺ പേപ്പർ നോക്കുമ്പോൾ ശരിയായിട്ടുള്ള കാര്യമാണ്. പക്ഷെ ഈ ഒരു എഴുതി വെക്കപ്പെട്ട കാര്യത്തിനേക്കാളും മനുഷ്യന് മറ്റൊരാളിലുള്ള വിശ്വാസം, ഇപ്പൊ ഇൻഫ്ലുവൻസർ എന്നുള്ള ടാഗലൈൻ കൊണ്ട് അവർ എന്താ ഉദ്ദേശിക്കുന്നത്? അവളെ പിന്നാലെ ഫോളോവേഴ്സ് ആയിട്ട് നടക്കുന്ന 10 ലക്ഷം പേരിൽ വരെ അവർക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നതന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അതിൽ സ്വാധീനം ചെലുത്താൻ പറ്റുന്നതന്നല്ലേ ഉദ്ദേശിക്കുന്നത്? അപ്പൊ ഇവർ ഈ സ്വാധീനം നെഗറ്റീവായ രീതിയിൽ ചെലുത്തിയതുകൊണ്ടാണല്ലോ അവരുടെ പൈസ പോയത്. ഇപ്പം അവർക്ക് എന്തെല്ലാം പ്രൊമോഷൻസ് വേറെ ഉണ്ട്, വല്ല ബ്യൂട്ടി ഐറ്റംസോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. ബ്യൂട്ടി ഐറ്റംസിൽ പോലും വേറെ പ്രശ്നങ്ങളുണ്ട്. അതും സമൂഹത്തിൽ മറ്റുള്ളവർക്ക് ദോഷം വരാത്ത സാധനമായിരിക്കണം. അപ്പം ഈ ഒരു സാധനം പ്രൊമോഷൻ ചെയ്യുന്നതിന് മുമ്പ് അതിന്റെ ക്വാളിറ്റി എങ്കിലും നോക്കാനുള്ള, അല്ലെങ്കിൽ ഈ പൈസ ഇടാനുള്ള ആള് ആദ്യം ആരെങ്കിലും പൈസ ഇട്ട എന്റെ സുഹൃത്തുക്കളോ ഏതെങ്കിലും തരത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ? അല്ലെങ്കിൽ ഈ പറയുന്ന ജയ്സ്വാൾ എന്ന് പറയുന്ന ആൾ ആരാ? പുള്ളിക്കാരന്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് എന്താ? ഇത്ര ലക്ഷം എനിക്ക് തരാൻ വേണ്ടിയിട്ട് അവർക്ക് എന്താ ഇതിന്ന് ഇത്രയും പ്രോഫിറ്റ് കിട്ടുന്നത് എന്നൊക്കെ ചിന്തിക്കാമായിരുന്നല്ലോ. ഈ കാര്യങ്ങളൊന്നും നോക്കാതെ കിട്ടുന്ന പൈസയുടെ അളവ് മാത്രം നോക്കി ചിലപ്പോൾ എമൗണ്ട് കൂടുതൽ ഓഫർ ചെയ്തിട്ടുണ്ടാവും, അതുകൊണ്ടായിരിക്കും ചാടി വീണത്. അപ്പൊ ഇതൊക്കെ എന്റെ ഒരു അഭിപ്രായത്തിൽ ആ കിട്ടിയ പൈസ എത്രയാന്ന് വെച്ചാൽ അതെങ്കിലും അവർക്ക് വീതിച്ചു കൊടുക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. അതെ. പിന്നെ മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ യൂട്യൂബിന്റെ, ഞാൻ കുറച്ചു മുന്നേ പറഞ്ഞായിരുന്നു, യൂട്യൂബിന്റെ പോളിസി പ്രകാരം ഇത്തരത്തിലുള്ള റമ്മി അതുപോലെ തന്നെ ക്രിപ്റ്റോ കറൻസി പോലുള്ള കാര്യങ്ങൾ ഇപ്പോ പ്രൊമോഷൻസ് നടത്താൻ പാടില്ല എന്ന ഒരു ഗൈഡ് ലൈൻ പോളിസി യൂട്യൂബിലുണ്ട്. അത്തരത്തില് ഇവരെല്ലാം ഇത്തരത്തിലുള്ള ഉടായിപ്പ് ടീമുകൾ മൊത്തം ഇപ്പോ ഇൻസ്റ്റഗ്രാമിലും, ഫേസ്ബുക്കിന്റെ കാര്യം എനിക്ക് അറിയത്തില്ല, വ്യക്തമല്ല, പക്ഷെ ഇൻസ്റ്റഗ്രാമിലാണ് ഇതിന്റെ പൂണ്ട് വിളയാട്ടം നടത്തുന്നത്. സോ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത്തരത്തിൽ എന്തെങ്കിലും ഒരു റെഗുലേഷൻ കൃത്യമായിട്ട് ഈ പറയുന്ന ഇൻസ്റ്റഗ്രാമിലും ഇത്തരത്തിൽ വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നന്നായിരിക്കും എന്ന് തോന്നുന്നു. കാര്യം ഇൻസ്റ്റഗ്രാം വഴിയാണ് ഇപ്പൊ ഒരുപാട് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടക്കുന്നതെന്നാണ് എനിക്ക് ആദ്യം പറയാന്ന് വെച്ചാല് ഈ പൈസ വെച്ചിട്ടുള്ള കളിയുള്ള പരിപാടികളൊന്നും ഒരു പരിപാടിയും അലൗഡ് ആക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. യൂട്യൂബിലായാലും ഏത് സോഷ്യൽ മീഡിയയിലായാലും ഈ ക്രിപ്റ്റോ കറൻസി, റമ്മി, ഇതുപോലെ ഈ പൈസ വെച്ചിട്ടുള്ള ഒരു കളികളും ഒരു സംഭവം പ്രൊമോഷനായിട്ട് അലൗഡ് ആക്കരുത്. സത്യം പറഞ്ഞാൽ അത് ആ ഒരു സംഭവമാണ് ആദ്യം നിർത്തേണ്ടത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ. നമ്മള് അപ്പൊ എന്തായാലും നിങ്ങൾ കഷ്ടപ്പെടുന്ന എന്ന് വെച്ചാൽ സാധാരണ ജനങ്ങൾ, നമ്മൾ ഉൾപ്പെടെ കഷ്ടപ്പെട്ട് വിയർപ്പ് ചോര വിയർപ്പാക്കുന്ന പൈസ കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന പോലെ പൈസ സമ്പാദിക്കുന്നത്. സോ എന്തായാലും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ ഉടായിപ്പാണെന്ന് തിരിച്ചറിയാനും, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പൈസ ഇട്ടിട്ട് ഇരട്ടിപ്പിക്കാം, ഒരു 2 ദിവസം കൊണ്ട് 10 ദിവസം കൊണ്ട് ഇരട്ടിപ്പിക്കാം എന്ന് പറയുന്ന സംഭവങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് വെറും ഉടായിപ്പായിരിക്കും എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കണം.
സോ എന്തായാലും ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് കൺക്ലൂഡ് ചെയ്യാം. അപ്പോ ടൈലന്റ് ആയിട്ട് ഒരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാലേ, ഓക്കെ, യുക്തിക്ക് നിരക്കാത്ത ഓഫറുകൾ കാണുമ്പോൾ എപ്പോഴും സൂക്ഷിക്കുക. അതായത് അതെ 1000 രൂപയ്ക്ക് ഐഫോൺ തരാം, അതുപോലെ ഇന്ന് മേടിക്കുന്ന പൈസ നാളെ ഇരട്ടിയാക്കി തരാം എന്ന് പറയുന്ന പോലെ ഈ യുക്തിക്ക് നിരക്കാത്ത ഓഫറുകൾ വരുമ്പോൾ ദയവായിട്ട് ചിന്തിക്കുക, അതെ അവർക്ക് എന്താണ് ഇതിന് ലാഭം, അവർക്ക് നിങ്ങളെ കൊണ്ട് ലാഭം ഉണ്ടാക്കി തന്നിട്ട് അവർക്ക് എന്താ ഗുണം എന്നൊക്കെ ചിന്തിച്ച ശേഷം ഇതുപോലെ അനാവശ്യമായിട്ട് യുക്തിക്ക് നിരക്കാത്ത ഓഫറുകൾ വരുമ്പോൾ ദയവ് ചെയ്ത് അതിൽ നിന്ന് ഒഴിവാകുക. അതിപ്പോ ഓക്കെ എത്ര ഷോക്കോൾഡ് ഇൻഫ്ലുവൻസർ 1 കോടി ഫോളോവേഴ്സ് ഉള്ള ആളാണെങ്കിൽ പോലും അവര് ഈ റീൽ ഇടുന്നതിന് അവർക്ക് ലക്ഷങ്ങൾ കിട്ടുന്നുണ്ട്. അവർക്ക് ആ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ, അല്ലാതെ നിങ്ങളെ ഒന്നും കിട്ടാൻ വേണ്ടിയിട്ടല്ല അവർ ചെയ്യുന്നത്. അതുകൊണ്ട് എത്ര ലക്ഷം കോടി ഫോളോവേഴ്സ് ഉണ്ടെന്ന് പറഞ്ഞാലും നിങ്ങളെ കാശ് വെച്ച് ഒരു പരിപാടിക്കും പോവാതിരിക്കുക. ഇതുപോലെ ഈ തട്ടിപ്പിനും വെട്ടിപ്പിനൊന്നും ഇരയാവാതിരിക്കുക എന്നുള്ളതാണ് ടൈലന്റ് ആയിട്ട് എനിക്ക് പറയാനുള്ളത്. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ഒരൊറ്റ കാര്യം കൂടെ നമ്മൾ പറഞ്ഞു വരാൻ നേരത്ത് മലയാളത്തിലെ തന്നെ ഏറ്റവും ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ഒരാളാണ് നിക് ബ്ലോഗ്സ്. പുള്ളിക്കാരൻ ഉൾപ്പെടെ ഈ പറയുന്ന എനിക്കത് കൃത്യമായിട്ട് ഓർക്കുന്നില്ല, എന്തായാലും ഈ വീഡിയോയുടെ ഞാനിപ്പം അതിന്റെ അടിയിൽ തന്നെ അത് അവരൊരു പ്രൊമോഷൻ വർക്ക് നടത്തിയായിരുന്നു. അതും ഈ പറഞ്ഞ പോലെ ഉഡായിപ്പാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നിക് ബ്ലോഗ്സും അതുപോലെ തന്നെ സഞ്ജു ടെക്കിയും ഈ സെയിം ആളുടെ തന്നെ സെയിം ഒരു ആപ്ലിക്കേഷൻ ആണെന്ന് തോന്നുന്നു. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊമോഷൻ നടത്തിയായിരുന്നു. അവരും ഈ പറഞ്ഞ പോലെ ഭയങ്കര ഉഡായിപ്പ് നടത്തുന്ന ടീംസ് ആയിരുന്നു എന്നും കൂടെ ഓർമ്മിപ്പിക്കുന്നു. അത് മാത്രമല്ല, നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഓൺലൈൻ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് എന്തായാലും നമ്മൾ ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമന്റ് ബോക്സിലും പിൻ ചെയ്യാം. അപ്പോ നമുക്ക് ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം. ബൈ.